ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത്. സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ ഡി വൈ ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് ടൈപ്പ് ഇക്വേഷനാണ് അല്ലെങ്കിൽ ഇവിടെ ഏത് മെത്തേഡാണ്. കുറേ മെത്തേഡ് നമുക്ക് ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതിൽ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാനാണ് നമുക്ക് ഫസ്റ്റ് ഒരു കൺഫ്യൂഷൻ. അത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നം തീർന്നു. അപ്പോൾ ഇവിടെ നോക്കാം, ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ വരുമ്പോൾ ഇത് 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇത് കൂടുതലും ഇങ്ങനത്തെ വരികയാണെങ്കിൽ എക്സാക്റ്റ് ഇക്വേഷൻസിൻ്റെ ഒരു ഭാഗത്തുനിന്നായിരിക്കും വരിക. അപ്പം അത് കുറച്ചുകൂടി നമുക്ക് ചെയ്യാനും എളുപ്പമാണ്. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനെ ഒന്ന് നോക്കുക, നന്നായി ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഇത് നമ്മൾ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഇസ് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ ഇത് എക്സാക്റ്റ് ഇക്വേഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു രീതിയിലുള്ള പ്രോബ്ലം ആണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് എക്സാക്റ്റ് ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് എന്താക്കാം, വേഗം തന്നെ പ്രോബ്ലം സോൾവ് ചെയ്ത് പോവാം. പക്ഷേ ഇതൊരു 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എങ്ങനെ പോയാലും ഇത് എക്സാക്റ്റ് ആയിരിക്കില്ല എന്നുള്ളത് നമുക്കൊരു 60% ഉറപ്പിക്കാം. അതുകൊണ്ട് അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് സ്റ്റെപ്പ് ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കിത് എക്സാക്റ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇക്വേഷൻ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 എക്സാക്റ്റ് ആവണമെങ്കിൽ എന്തായിരുന്നു കണ്ടീഷൻ? എക്സാക്റ്റ് ആവണമെങ്കിൽ ഡോ എം ബൈ ഡോ വൈ ഡോ എം ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. ഇതാണോ എന്ന് വേണം ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ. അപ്പോൾ ഇവിടെ എം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നോക്കാം. എം ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. എൻ എന്താണ്? എൻ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ. ഇനി ഡോ എം ബൈ ഡോ വൈ കാണാം. ഡോ എം ബൈ ഡോ വൈ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഡിഫറൻസിയേഷൻ. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0. ബിക്കോസ് എക്സ് സ്ക്വയർ അവിടെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കാണുന്നത് അല്ലേ. അത് 0 ആയിപ്പോയി. ബാക്കി വൈ സ്ക്വയറിൻ്റെ എന്ത് വരും? 2y. ഓക്കെ, ഇനി ഡോ എൻ ബൈ ഡോ എക്സ്. ഡോ എൻ ബൈ ഡോ എക്സ് എന്ത് വരും എന്നുള്ളത് നോക്കാം. ഡോ എൻ ബൈ ഡോ എക്സ് നമുക്ക് എന്താ കിട്ടുന്നത്? എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ ആണ് അല്ലേ എൻ എന്ന് പറയുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആയിരിക്കും, മൈനസ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് വൈ. അപ്പോൾ ഇവിടെ ഡോ എം ബൈ ഡോ വൈ എന്ന് പറയുന്നത് 2y ആണ്, ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 2x മൈനസ് വൈ. സോ ഇവിടുത്തെ കണ്ടീഷൻ എന്ത് ചെയ്യുന്നില്ല, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ഡോ എം ബൈ ഡോ വൈ നോട്ട് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. അപ്പോൾ നമുക്കിതെന്ന് എന്ത് പറയാം, ഈ ഇക്വേഷൻ തന്നിട്ടുള്ള ഇക്വേഷൻ എന്തല്ല, എക്സാക്റ്റ് ഇക്വേഷൻ അല്ല, നോട്ട് എക്സാക്റ്റ്. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ എക്സാക്റ്റ് ആക്കിയിട്ട് മാറ്റണം. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻ. അപ്പോൾ എക്സാക്റ്റായിട്ട് മാറ്റുക എന്ന് പറയുമ്പോൾ നമുക്കവിടെ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് ഈ തന്നിട്ടുള്ള എമ്മും എന്നും ഹോമോജീനസ് ഫങ്ഷൻസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഹോമോജീനസ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഒരു ഫംഗ്ഷൻ ഹോമോജീനസ് ആവണമെങ്കിൽ അതിൻ്റെ എല്ലാ ടേംസും, അതിലുള്ള എല്ലാ ടേംസിൻ്റെയും ഡിഗ്രി എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ എം ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ടേംസിൻ്റെ ഡിഗ്രി നോക്കുക. ഇവിടെയുള്ള ടേംസ് എന്തൊക്കെയാണ്? എക്സ് സ്ക്വയറും വൈ സ്ക്വയറാണുള്ളത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി നോക്കുക. എക്സ് സ്ക്വയറിൻ്റെ ഡിഗ്രി എന്താണ്? 2 ആണ്. വൈ സ്ക്വയറിൻ്റെ ഡിഗ്രിയും 2 ആണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനിൽ 2 ടേംസേ ഉള്ളൂ. ആ 2 ടേംസിൻ്റെ ഡിഗ്രി എന്താണ്? 2 ആണ്. സോ എം എന്ത് ഫംഗ്ഷനാണ്? ഹോമോജീനസ് ഫംഗ്ഷനാണ്. ഓക്കെ, ഇനി എന്നിൻ്റെ കേസ് എടുത്ത് നോക്കാം. എന്നിൻ്റെ എങ്ങനെയാണ് വരുന്നത്? എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ. അപ്പോൾ ഇവിടെ ടേംസ് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. എക്സ് സ്ക്വയറും എക്സ് വൈ ആണ് നമുക്ക് ടേംസ് വരുന്നത്. അതിൽ തന്നെ ഡിഗ്രി നോക്കാം. എക്സ് സ്ക്വയറിൻ്റെ ഡിഗ്രി എന്താണ്? 2 ആണ് അല്ലേ. അതേപോലെ എക്സ് വൈ, ഈ ഇങ്ങനെ കമ്പൈൻഡ് ടേം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ ഡിഗ്രിയും വൈയുടെ ഡിഗ്രിയും തമ്മിൽ സം ചെയ്യും. അപ്പോൾ എക്സിൻ്റെ ഡിഗ്രി എന്താണ്? 1 ആണ്, വൈയുടെ ഡിഗ്രിയും 1 ആണ്. അപ്പോൾ ഈ എക്സ് വൈ എന്ന് പറയുന്ന ടേമിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? 1 + 1 2 തന്നെയാണ്. സോ എഗെയിൻ എൻ എന്ത് തന്നെയാണ്? അപ്പോൾ
എന്നിൻ്റെ ടേംസിൻ്റെ ഡിഗ്രി എല്ലാം ഈക്വൽ ആയതുകൊണ്ട് എന്നും എന്ത് ഫംഗ്ഷനാണ്? ഹോമോജീനസ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇങ്ങനെ ഹോമോജീനസ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ y ഈക്വൽ ടു വി എക്സ് എന്നുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എം എൻ ഹോമോജീനസ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യാം? y ഈക്വൽ ടു വി എക്സ് എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി. അപ്പോൾ y ഈക്വൽ ടു വി എക്സ് ആണെങ്കിൽ dy ബൈ ഡി എക്സ് എന്തായിരിക്കും? dy ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും പറയൂ? അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലേ? അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻസിയേഷൻ. അപ്പോൾ വി ഇൻറ്റു എന്താണ് ഡി എക്സ് ബൈ എക്സ് എന്ന് പറയുമ്പോൾ 1 തന്നെ, പ്ലസ് അടുത്തത് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. ഇവിടെ വി എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് കേട്ടോ. വി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, അതുകൊണ്ടാണ് ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നത്. സോ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. ഇങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോഴേക്കും നമ്മൾ ആ ഇക്വേഷൻ നമുക്കൊന്ന് എടുത്തെഴുതാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അതിന് ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ഞാൻ ഡി എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ ഇൻറ്റു അല്ല എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, ഈക്വൽ ടു 0. അപ്പോൾ ഇത് ത്രൂ ഔട്ട് നമ്മളങ്ങനെ, അതായത് ഇവിടുത്തെ ഡി എക്സിനെ ഒന്ന് മാറ്റി കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാം അല്ലേ? അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈക്വൽ ടു വി എക്സ് ആണെങ്കിൽ വൈ സ്ക്വയർ എന്ത് വരും? വി സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു വി എക്സ് അല്ലേ? ഡി വൈ ബൈ ഡി എക്സിന് വരെ എന്ത് കൊടുക്കാം? വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. ഇനി എന്ത് വരും? അടുത്ത സ്റ്റെപ്പിൽ എക്സ് സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് വി എക്സ് സ്ക്വയർ അല്ലെ? എക്സ് ഇൻറ്റു എക്സ് എന്തായി? എക്സ് സ്ക്വയർ ആയി, ഇൻറ്റു വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വന്നു? 0. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈ രണ്ട് ടേംസ് അല്ലേ, ഈ രണ്ട് ടേംസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എക്സ് സ്ക്വയർ കോമൺ ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം നോക്കാം. ഞാൻ എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുത്തു, ബാക്കി എന്തുണ്ട്? 1 പ്ലസ് വി സ്ക്വയർ ആണ് അല്ലേ? പ്ലസ് ഇവിടെയും എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുക്കുക, എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് വി അല്ലേ? ബാക്കി വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. ഇനി നോക്കുക, ഇവിടെ ഈ രണ്ട് ടേമിൽ എക്സ് സ്ക്വയർ കോമൺ ആണ്, അപ്പോൾ അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ബാക്കി എന്താ ഉള്ളത്? 1 പ്ലസ് വി സ്ക്വയർ പ്ലസ് 1 മൈനസ് വി ഇൻറ്റു വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നോക്കുക, ഈ എക്സ് സ്ക്വയർ ത്രൂ ഔട്ട് ഈ ഒരു ഇക്വേഷൻ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി എന്താ ഉണ്ടാവുള്ളൂ? 1 പ്ലസ് വി സ്ക്വയർ plus 1 minus v into v plus x into dv by dx is equal to 0. Okay, ഇങ്ങനെ വന്നു. 1 പ്ലസ് വി സ്ക്വയറിനെ മാത്രം ലെഫ്റ്റ് സൈഡിൽ വയ്ക്കുക, ബാക്കിയുള്ള ടേംസിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. സോ അവിടെ നമുക്ക് ഒരു നെഗറ്റീവ് സൈൻ വരും. ഓക്കെ, 1 പ്ലസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 1 മൈനസ് വി ഇൻറ്റു വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ദിസ് ഇംപ്ലൈസ് ജസ്റ്റ് ഈ 1 മൈനസ് വിനെ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്ത് വരും? 1 പ്ലസ് വി സ്ക്വയർ ബൈ 1 മൈനസ് വി ഈസ് ഈക്വൽ ടു മൈനസ് വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ മൈനസ് ഒന്ന് ഉള്ളിലോട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് വരും? മൈനസ് വി മൈനസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. അടുത്ത സ്റ്റെപ്പിൽ 1 പ്ലസ് വി സ്ക്വയർ ബൈ 1 മൈനസ് വി, ഈ മൈനസ് വിനെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ പ്ലസ് വി ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. ക്ലിയർ? ഇതുവരെ നമുക്ക് കിട്ടി. ഇനി നോക്കാം, ഈ ഡി വിനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരികയാണ്. സോ നമുക്ക്
ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് എന്തായി മാറും? ഇവിടെ ഇതൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 + v² പ്ലസ് v - v² ഹോൾ ഡിവൈഡഡ് ബൈ 1 - v - x dv/dx. അല്ലെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? v² ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി 1 + v by 1 - v is equal to -x dv/dx. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? This implies 1 + v by 1 - v dv is equal to -x/dx. ഓക്കെ, ഇനി ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. സോ ദിസ് ഇംപ്ലൈസ് dv 1 + v, സോറി, ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. 1 - v dv/1 + v is equal to -dx/x. ഇവിടെ ജസ്റ്റ് നമ്മളൊന്ന് റെസിപ്രോക്കലാക്കി എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. 1 - v by 1 + v dv is equal to -dx/x. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇവിടെ രണ്ട് സൈഡും നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്കൊരു ഇൻ്റഗ്രൽ സൈൻ വരും, ഇവിടെയും ഇൻ്റഗ്രൽ സൈൻ വരും. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ഇൻ്റഗ്രൽ 1 - v by 1 + v dv. ഇതിന് നമുക്ക് ഡയറക്റ്റ് ഫോർമുലയൊന്നുമില്ല. ഇവിടെ കുറച്ച് നമ്മൾ സ്റ്റെപ്സ് കൂടുതൽ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ 1 - v, ഈ ന്യൂമറേറ്ററിലുള്ള 1 - vനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 + v - 2v. v - 2v - v ആണ്. അപ്പോൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. 1 - vക്ക് പകരം 1 + v - 2v. എന്നാലേ നമുക്കിത് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. സോ ഇവിടെ ഞാനതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. 1 + v - 2v by 1 + v dv. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. സോ 1 + v by 1 + v മൈനസ് ഇൻ്റഗ്രൽ 2v by 1 + v dv. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ, ഇവിടെ 1 + v by 1 + v 1 ആയിട്ട് മാറും. 1 dv മൈനസ് ബാക്കി 2 അവിടെ കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു, ബാക്കി v by 1 + v dv. ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 dv എന്ന് പറഞ്ഞാൽ എന്താണ്? v അല്ലേ, മൈനസ് 2 ഇൻറ്റു ഇവിടെ അഗൈൻ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഈ രീതിയിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ ഫോർമുലയൊന്നുമില്ല. അപ്പോൾ ഇവിടെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം? ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കാം, v = എന്താണ്? v = നമുക്ക് എങ്ങനെ എഴുതാം? 1 + v - 1 അല്ലേ, വിക്ക് പകരം 1 + v - 1. ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കാൻ പോകണം. അപ്പോൾ ഇൻ്റഗ്രൽ v എന്നുള്ളതിന് പകരം എന്ത് കൊടുക്കണം? ഇൻ്റഗ്രൽ 1 + v - 1 by 1 + v dv. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോൾ ദിസ് ഇംപ്ലൈസ് ഇൻ്റഗ്രൽ 1 - v by 1 + v dv. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിസ് ഈക്വൽ ടു v - 2 ഇൻറ്റു ഇവിടെ രണ്ട് ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. 1 + v by 1 + v മൈനസ് ബാക്കി ഇവിടെയുള്ള ഇത് ഇൻ്റഗ്രൽ 1 by 1 + v dv. ഓക്കെ, നമ്മളവിടെ ആ ഇൻ്റഗ്രൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് എന്ത് കിട്ടും? സോ ദിസ് ഈസ് ഈക്വൽ ടു v - 2 ഇൻറ്റു ബാക്കി. അപ്പോൾ നമുക്കറിയാം 1 + v by 1 + v പറയുമ്പോൾ 1 dv അല്ലേ. 1 dv എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ dv മൈനസ് ഇവിടെ എന്ത് വരും? ഇൻ്റഗ്രൽ dv by 1 + v എന്ന് പറയുമ്പോൾ ലോഗ് മോഡ് 1 + v അല്ലേ, പ്ലസ് ഇൻ്റഗ്രേഷൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? v - 2 ഇൻ്റഗ്രൽ dv എന്ന് പറയുമ്പോൾ v തന്നെ
2 into v minus log mod 1 plus v പ്ലസ് ഒരു ഇൻ്റഗ്രേഷൻ്റെ കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ ഇത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 1 minus v by 1 plus v dv is equal to v minus ആ 2 കോമൺ ആയിട്ട് രണ്ടിനും കൊടുക്കുകയാണ് 2v പ്ലസ് 2 log mod 1 plus v പ്ലസ് സി. ഇവിടെ ആ നെഗറ്റീവ് സൈൻ ഉള്ളിലോട്ട് കൊടുത്തുകൊണ്ടാണ് ഇവിടെ -2vയും ഇവിടെ പ്ലസ് 2 log 1 പ്ലസ് mod 1 പ്ലസ് v ആയിട്ട് മാറിയിട്ട് കേട്ടോ. അപ്പോൾ അത് കൺഫ്യൂസ് ചെയ്യേണ്ട, അതിന് മുന്നത്തെ സ്റ്റെപ്പ് നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ v - 2v എന്ന് പറയുമ്പോൾ -v പ്ലസ് 2 log mod 1 പ്ലസ് v പ്ലസ് സി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തുടങ്ങി വന്നത് ഇങ്ങനെയായിരുന്നു. ഇൻ്റഗ്രൽ 1 minus v by 1 plus v dv is equal to minus integral dx by x. ഇങ്ങനെയായിരുന്നു നമുക്ക് സൊല്യൂഷൻ്റെ ഫോം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് ലെഫ്റ്റ് സൈഡിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കൊടുക്കുകയാണ്. സോ ദിസ് ഇംപ്ലൈസ് -v പ്ലസ് 2 log mod 1 പ്ലസ് v ഇസ് ഈക്വൽ ടു, അതായത് ഈ ലെഫ്റ്റ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കിതാണ് കിട്ടുന്നത്. ഇനി മൈനസ് ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എക്സ് അല്ലേ. അപ്പം മൈനസ് ലോഗ് മോഡ് എക്സ് പ്ലസ് ഇൻ്റഗ്രേഷൻ്റെ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ എക്സാക്റ്റ് ആക്കി മാറ്റിയിട്ട് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് -v പ്ലസ് 2 log mod 1 പ്ലസ് v is equal to -log mod x പ്ലസ് c. അപ്പോൾ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. അത് നമുക്ക് ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുന്നത് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് 5 മാർക്സ് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ അവിടെ വെച്ച് നിർത്തിയാലും കുഴപ്പമില്ല, നമുക്കൊരു 3 മാർക്സൊക്കെ ബാക്കി സ്റ്റെപ്സ് വെച്ചിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും.